ഒരു പഴയ കാര്യം, ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്, കുറെ കൊല്ലം പിന്നിലേക്ക്. ചാനലില് നല്ല അലുവയെ കുറിച്ചും പ്രോഗ്രാം വരും, ചാണകത്തിനെ കുറിച്ചും പ്രോഗ്രാം അതെ, വരും. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഹലുവയെ കുറിച്ച് വരുമ്പോ എന്നെ പോലെ ഒരു ചാണകത്തിനെ കുറിച്ച് വരുമ്പോ നിന്നെ പോലത്തെ ആളുകൾ വരും. ഒരവസരം കൂടി എനിക്ക് തന്നാ മതി, ഈ എഗ്രീഡ് ഞാൻ പൊട്ടിച്ചു തരാം. ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? ചേട്ടാന്ന് വിളിക്കരുത്. മോന്റെ പേരെന്താ? നാട്ടുകാർ വിളിക്കുന്നേ, പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് ലാസ്റ്റ് പ്രശ്നം വന്നിട്ട് മുൻഷിന്ന് വിളിച്ചാല് എന്നെ മുൻഷിന്ന് വിളിക്കരുത്, ചേട്ടാന്ന് വിളിക്കണം. ഒരു അച്ഛൻ്റെ അമ്മയുടെ മോനായിട്ടാ വന്നത്, അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടെണ്ണത്തിന്റെ ആയിട്ടാ വന്നത്. സ്ഥിരാണല്ലേ. നിങ്ങൾ എന്റെ കുറ്റമല്ല. ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. എന്നെ കുത്തുവാളടിപ്പിച്ച നീയൊക്കെ അടങ്ങോളടാ. നിങ്ങൾ വട്ടപൂജമായി ജീവിക്കുന്ന കുട്ടിയല്ല. എന്നെ കുറിച്ച് മനസ്സിലാവട്ടെ. പൈസ പനിനീരിട്ട് ചെവി കഴുകണം. ചങ്ങനാശ്ശേരി ചന്തയെ കേട്ടിട്ടില്ല ഇത്രയും നല്ല തെറി. ഇയാളെ ഞാൻ മിക്കവാറും കൊല്ലും കേട്ടോ. നീ ചീറ്റയുള്ളു, കൊത്തത്തില്ല, പല്ല് പോയില്ലേ? നിനക്ക് കിട്ടിയൊന്നും പോരെ? ഞാനിപ്പോ എന്റെ വലിപ്പം മനസ്സിലാക്കുന്നു, ഞാൻ ഇവനെക്കാളൊക്കെ എത്ര മേളിലാണ്. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ 100 ഒരാളെ ഇരിക്കേണ്ടി വരുന്നത്. ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ട. ലാസ്റ്റ് പ്രശ്നം വന്നിട്ട് മുൻഷിന്ന് വിളിച്ചാല് എന്നെ മുൻഷിന്ന് വിളിക്കരുത്, ചേട്ടാന്ന് വിളിക്കണം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. കുഷ്ഠം വായിച്ചു കഴിഞ്ഞാൽ ചാകി നന്നു കാലത്ത് മറ്റവനായി ചെയ്തേ മരണം ചൊറിഞ്ഞ് നടക്കും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ജാതിയാണ്. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? അതേ പറ്റൂ, ഒരിക്കലും നന്നാവൂല. ഒരു മാറ്റമില്ലല്ലോ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.